ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിന് പണി കൊടുക്കുമെന്ന് അമേരിക്ക അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടു. പക്ഷേ നമ്മളത് പ്രതീക്ഷിച്ചത് ജനുവരി 20 ശേഷമാണ്. കാരണം അപ്പോഴാണ് ട്രംപിന് അധികാരം കിട്ടുന്നത്. ട്രംപ് പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കാക്കമാർക്ക് പണി കൊടുത്തിരിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല, അവധാനതയും കാണിക്കാറില്ല. അതുകൊണ്ട് ഇവരുടെ ഈ അഹംഭാവവും താൻ പ്രമാണിത്വവും എല്ലാത്തിനെയും അടക്കി ഭരിക്കാനുള്ള ഒരു ടെൻഡൻസിയും ന്യൂനപക്ഷങ്ങളെ കാഫിറിന്റെ കണ്ണട വെച്ച് കണ്ട് അവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ഇടക്കാല സമാധാനത്തിന്റെ നോബേൽ പുരസ്കാര ജേതാവായ യൂനസ് സർക്കാർ മൗനിയായിരിക്കുന്നതിനൊക്കെ കൃത്യമായ രൂപത്തിൽ ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രതിജ്ഞ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ നല്ല രൂപത്തിൽ ബംഗ്ലാദേശിന് ഇട്ടൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ US. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ US. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളീവൻ ഇടക്കാല സർക്കാരിന്റെ മേധാവി യൂനസ് സർക്കാരിനെ ഫോണിൽ വിളിച്ച് യാതൊരു സൗഹൃദ സംഭാഷണവും ഇല്ലാത്ത രൂപത്തിൽ ഒരു വാണിംഗ് പോലെയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കാരണം യൂനസ് സർക്കാർ ഒരു ഡമ്മി ആയിട്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ തുടരുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഭാഗം അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കാണിച്ചു കൂട്ടുന്നതിനൊന്നുമെതിരെ ഒരു വാക്ക് പോലും ശബ്ദമുയർത്താൻ സാധിക്കാതെ, അവരെ എതിർക്കാൻ കഴിയാതെ എല്ലാത്തിനും മൗനമായി നിന്ന് പിന്തുണ നൽകുകയാണ്. കാരണം ആ മൗനത്തില് യൂനസ് സർക്കാരിനും ബംഗ്ലാദേശിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന കാഫിറുകൾ, ഹിന്ദുക്കൾ ഇല്ലാതായി തീരുമല്ലോ. അതുവഴി പടച്ചോനേറെ സന്തോഷമാകുമല്ലോ. അള്ളാഹുവിന് സന്തോഷമാകുന്നതോടുകൂടി നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടുമല്ലോ. പക്ഷേ ആ അള്ളാഹുവിന്റെ രൂപത്തിൽ അവതരിക്കേണ്ടതാരാ? നരേന്ദ്രമോദി. 50,000 ലക്ഷം ടണ്ണങ്ങാണ്ടാണല്ലോ അരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ഏത് പടച്ചോൻ കടാക്ഷിച്ചിട്ടും കാര്യമില്ല. പള്ളികളിൽ പോയി ഉച്ചയും കുത്തി മറഞ്ഞു നിന്നാല് ആകാശം വഴിയൊന്നും അരിയും ഗോതമ്പും ഒന്നും വന്നു വീഴത്തില്ല എന്ന് കൃത്യമായിട്ടും യൂനസ് സർക്കാരിനും അറിയാം, ബംഗ്ലാദേശിനറിയാം. മതം നോക്കാതെ എല്ലാ ബംഗ്ലാദേശി പൗരന്മാരുടെയും മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂനസ് സർക്കാരിനോട്. ഇത് വൈറ്റ് ഹൗസ് തന്നെയാണ് പ്രസ്താവന ഇറക്കി പബ്ലിഷ് ചെയ്യുന്നത്. ഹിന്ദു വംശഹത്യക്കെതിരെ ഇന്ത്യൻ വംശജമായ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം ശ്രീ താനേദർ ആണ് രംഗത്ത് വന്ന് ശക്തമായ രൂപത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. US ഇക്കാര്യത്തിൽ മൗനം പാലിക്കരുതെന്നും ആ മൗനം എത്രയും പെട്ടെന്ന് വെടിഞ്ഞ് മുഹമ്മദ് യൂനസിനോട് വിഷയം ശക്തമായി ഉന്നയിക്കണമെന്നും ഇപ്പോൾ നിലവിൽ എത്ര ഹിന്ദുക്കൾ ജീവനോടെ ഉണ്ട് എന്നെങ്കിലും അന്വേഷിക്കണമെന്നും വൈറ്റ് ഹൗസിനോട് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനും പിന്നാലെയാണ് ജെയ്ക്ക് സള്ളീവനും യൂനസും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയ ഒരു ചരിത്രമുണ്ട് എന്ന് യൂനസ് സർക്കാരിനെ അമേരിക്ക ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ വ്യത്യസ്ത സമീപനം പാടില്ലെന്നും താനേദർ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്. പ്രസിഡന്റ് ജോ ബൈഡൻ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് ഡിസംബർ 13 വൈറ്റ് ഹൗസ് നല്ല രൂപത്തിൽ ഒരു പ്രസ്താവന ഇറക്കി വാണിംഗ് ചെയ്തതാണ്. മതപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് വൈറ്റ് ഹൗസ് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ് ബംഗ്ലാദേശിനോട്. മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുമെന്ന് ഇരുവരും യോജിച്ച ഒരു പ്രസ്താവനയിൽ പിന്നീട് പറയുകയും ചെയ്തു. മതഭേദമില്ലാതെ ബംഗ്ലാദേശിലെ മുഴുവൻ മനുഷ്യരുടെയും മനുഷ്യാവകാശങ്ങളെ മാനിക്കാനും സംരക്ഷിക്കാനും ഉറപ്പു നൽകുന്നു എന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത്. ഉറപ്പ് നൽകണം നിങ്ങളത്. മുഹമ്മദ് യൂനസ് സർക്കാരാണ് അതിന് ഉറപ്പ് നൽകേണ്ടത്. US ഇടപെടണം എന്ന ഹിന്ദു വിഭാഗങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിന് ബൈഡൻ ഭരണകൂടം ഒടുവിൽ ഇടപെടുകയായിരുന്നു. ബംഗ്ലാദേശ് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് യൂനസിന്റെ നേതൃത്വം നിർണായകമായി എന്നാണ് സള്ളിവൻ ചൂണ്ടിക്കാണിച്ചത്. ബംഗ്ലാദേശിൽ പുരോഗതിയും ഭദ്രതയും
ജനാധിപത്യ ശൈലിയും ഉണ്ടാകണം എന്ന് US, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകൂ എന്നാണ് US പറഞ്ഞത്. എന്നാൽ ഇന്ത്യയുമായി ബംഗ്ലാദേശിന് സഹകരിച്ചേ പറ്റൂ. ഒന്ന്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. രണ്ടാമതും നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. ഒന്ന് അരിയുടെ പ്രശ്നമാണെങ്കിൽ, രണ്ട് ഷെയ്ഖ് ഹസീനയെ മോചിപ്പിച്ച് കിട്ടണം എന്നതിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ വിലയും ബലവും അറിയുന്ന ബംഗ്ലാദേശിന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇന്ത്യയുടെ 7 അയലത്ത് നിൽക്കാൻ പോലുമുള്ള സൈനിക ബലം ബംഗ്ലാദേശിനില്ല. സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയും 57-ലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട് മറ്റൊരു രാഷ്ട്രത്തിലും അഭയം തേടാതെ കാഫിർ ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന മുസ്ലിം വിരുദ്ധനാണ് എന്ന് കുറെ കാലങ്ങളായി ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് അവർ അഭയം ചോദിച്ചെത്തിയത്. 2 കൈയും കൂട്ടി മോദി ഭാരതം അവരെ സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇസ്ലാമിക് ബാങ്കിംഗ് സ്ഥാപകനായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വന്നത്. മുഹമ്മദ് യൂനസ് ഒരു ഡമ്മിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് ചെയ്താലും ശരി, അദ്ദേഹം അതിന് മൗനിയായിരിക്കും. അതുകൊണ്ടാണ് എവിടെയോ കിടന്ന മുഹമ്മദ് യൂനസിനെ തന്നെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന ആ കസേരയിൽ ഇരുത്തിയത്. അന്നു മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണം എന്ന ആവശ്യമാണ് ഉയർന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ്. 2013 ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ 2 രാജ്യങ്ങളും തമ്മിൽ കരാറുമുണ്ട്. 1962 ഇന്ത്യയുടെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന് പുറമെ 2013 ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിന്റെ സുപ്രധാനമായ നിയമ ഉപകരണം. 1962 കുറ്റവാളി നിയമത്തിലെ വകുപ്പ് 12(2) ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ കരാറിൽ വിപുലീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യതയുണ്ടോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ നിയമപരമായി തന്നെ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യക്ക് നിഷേധിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉടമ്പടിയിൽ ആർട്ടിക്കിൾ 8 പ്രകാരമാണിത്. ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 8(1)(a)(3) പറയുന്നത് പ്രകാരം എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിന്റെയോ ഭാഗമാകാൻ പാടുള്ളതല്ല. തന്നെയുമല്ല, ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണം നീതിയുടെ താല്പര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടുകൂടി നടത്തപ്പെട്ടതല്ല എന്ന് വ്യക്തമാക്കുകയാണെങ്കിലും വ്യക്തികളെ കൈമാറാതിരിക്കാൻ ഒരു പോയിന്റ് അതിലുണ്ട്. 1962 കുറ്റവാളി കൈമാറ്റ നിയമത്തിന്റെ 29 വകുപ്പിലും ഇതേ തത്വം തന്നെയാണ് കാണിക്കുന്നത്. ഹസീനയുടെ കാര്യത്തിൽ ഈ വ്യവസ്ഥയാണ് ഇന്ത്യ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദത്തിന് ബലമുണ്ട് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പകപോക്കലും രാഷ്ട്രീയ ശത്രുതയുടെയും ഫലമായിട്ടുള്ളതാണ്. അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയും നിലവിൽ ഇന്ത്യ കാണുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ 8(1)(a)(3) പ്രകാരം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായിട്ടും നിഷേധിക്കാൻ സാധിക്കും. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായി ഒരു ബാധ്യതയുമില്ല എന്ന് ഈ നിയമം തന്നെ വ്യക്തമാക്കുന്നു. ഇന്ത്യയും അടുത്ത പണി ബംഗ്ലാദേശിന് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ US-ഉം ഇന്ത്യയും കൈകോർക്കും. ബംഗ്ലാദേശ് ധിം.